ബർത്ത്ഡേ ആഘോഷം. ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ തീരെ ബുദ്ധിയില്ലാത്തവരും ഈമാനില്ലാത്തവരും ആഘോഷിക്കേണ്ട ആഘോഷമാണ് ബർത്ത്ഡേ ആഘോഷം. മദ്രസയിൽ പോലും മുട്ടായി വരും. എന്താ? മോളെ ബർത്ത്ഡേ ആണ്, മോന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ എന്ത് ന്യായീകരണം ഉണ്ടാക്കിയാലും ഇത് അസംബന്ധമാണ്. കാരണം എന്താ? ബർത്ത്ഡേ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ബർത്ത്ഡേ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? ബർത്ത്ഡേ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ജനിച്ച ദിവസം. ജനിച്ച ദിവസം. ജനിച്ച അന്നാണോ ആഘോഷിക്കുന്നത്? അല്ല. പിന്നെ ജനിച്ചിട്ട് ഒരു വർഷം, ഈ കുട്ടിക്ക് കണക്കാക്കപ്പെട്ട ആയുസ്സിലെ ഒരു വർഷം നഷ്ടപ്പെട്ടു. ആ ഒരു വർഷം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വീണ്ടും ഒരു വർഷം നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ആഘോഷിക്കുകയാണ്. ഈ ആഘോഷം വിശ്വാസമുള്ളവർക്ക് ഒരിക്കലും ഭൂഷണമല്ല. കാരണം ഇത് നമ്മുടെ കുഞ്ഞല്ല. ഈമാനുള്ള ഒരാളുടെ ഈമാനികമായ ജീവിതത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല ഈ ആഘോഷം. ബർത്ത്ഡേ എന്ന് പറയുന്ന ആഘോഷം ജനിച്ചിട്ട് ജീവിതത്തിലെ ഒരു വർഷം നഷ്ടപ്പെടുക, ആഘോഷിക്കുക, നഷ്ടപ്പെടുക, ആഘോഷിക്കുക, വീണ്ടും നഷ്ടപ്പെടുക, ആഘോഷിക്കുക. ഇത് ഈമാനുള്ളവരുടെ തലത്തിൽ നിന്ന് ജനിച്ചതല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാം. കാരണം ആ ജന്മം റഹ്മത്തുല്ലിൽ ആലമീൻ, ഈ ലോകത്തിന് മുഴുവനും അത് കാരുണ്യമാണ്. ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും. അവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതത്തിന് ശേഷമുള്ള ലോകവും നിങ്ങൾക്ക് നന്മയാണ്. അത് ആഘോഷിക്കാം. അത് ആഘോഷിക്കണം. അത് ഈമാനാണ്.